എൻ്റെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ താതനോടു ഞാൻ അറിയിച്ചപ്പോൾ, എൻ്റെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ താതനോടു ഞാൻ അറിയിച്ചപ്പോൾ, സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവസമാധാനം എനിക്കു നൽകി. സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവസമാധാനം എനിക്കു നൽകി. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ആകുലം വേണ്ട, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ആകുലം വേണ്ട. ഹൃദയങ്ങളെയും നിലവുകളെയും ആരായുന്നവൻ കൂടെയുണ്ട്. ഹൃദയങ്ങളെയും നിലവുകളെയും ആരായുന്നവൻ കൂടെയുണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ആകുലം വേണ്ട, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ആകുലം വേണ്ട. ഹൃദയങ്ങളെയും നിലവുകളെയും ആരായുന്നവൻ കൂടെയുണ്ട്. എൻ്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ആരായുന്നവൻ കൂടെയുണ്ട്. Praise the Lord. കര ഉയർത്തി കർത്താവിൽ കൂടെ മഹത്വം കൊടുത്താട്ടെ. Let's raise our hands and praise our Father in heaven. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let the name of the God be glorified. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, ആരാധിപ്പാൻ, സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിപ്പാൻ, ഹൃദയങ്ങളെ പകരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. I thank God for this opportunity that us to worship together, praise Him and pour out our heart before Him. നമ്മുടെ കർത്താവിന്റെ വൈകിത കൊണ്ട് വീണ്ടും ഒരു വിശുദ്ധ സഭായോഗമായി നമുക്ക് ഒരുമിച്ച് ഈ ഭൂമിയിൽ ആരാധിപ്പാൻ കർത്താവ് കൃപ നൽകി. God has given us a grace to come again and worship as His coming is tarrying. Praise the Lord. നാം ആരാധനയ്ക്ക് വരുമ്പോൾ, ആരാധിക്കുമ്പോൾ സർവവും മറന്ന് നാം നമ്മുടെ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. When we come to the church, when we worship God, we should forget everything and glorify our Father. ആമേൻ. പാട്ടുകൾ പാടുമ്പോൾ, ആമേൻ, ദൈവദിനം ധ്യാനിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ആമേൻ കർത്താവിന് എത്രത്തോളം മഹത്വം കൊടുക്കാമോ അത് മുഴുവൻ കർത്താവിന് കൊടുക്കണം. When we sing songs, when we praise, when we worship, we should give glory to God as much as possible. കാരണം നമുക്ക് പകരം കൊടുക്കാൻ മറ്റൊന്നുമില്ല. Because we have nothing else to give in as a substitute. Praise the Lord. നമ്മുടെ പണം പകരം കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല. We cannot replace, we cannot substitute with money. നമ്മുടെ ആരോഗ്യം കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല. We cannot compensate with our health. എന്തിന് നമുക്ക് സ്തുതിച്ചു തീർക്കാൻ പോലും പറ്റത്തില്ല. We cannot even compensate with our praise. അതുകൊണ്ട് അല്പസമയങ്ങൾ നാം ആയിരിക്കുമ്പോൾ ദൈവനാമം ഇന്ന് പകൽക്കാലം മഹിമപ്പെടട്ടെ. So for a short while we are together, let the name of the God be glorified. വളരെ പെട്ടെന്ന് നമുക്കൊരു വേദഭാഗം ധ്യാനിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ആമീൻ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആമീൻ. ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 11. ആമീൻ. സ്തോത്രം. ആമീൻ. സ്തോത്രം. ആമീൻ. അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി. Jesus revealed His glory. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി. Let us say loudly, He revealed His glory. ആമീൻ. സ്തോത്രം. നാം ഇന്ന് പകല് ഈ അല്പസമയം ധ്യാനിക്കുമ്പോൾ
ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്തണം. I believe that while we are meditating this word of God, even for a short time, I believe God will reveal His glory among പകലും us. തൊട്ട് നാം ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുക, ദൈവത്തിന് മഹത്വം വെളിപ്പെടണം. From this day onwards, let us pray earnestly that the glory of God be revealed. Praise the Lord. Hallelujah. ആമേൻ. സ്തോത്രം. നമ്മള് കാനാവിലെ കല്യാണം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വിഷയമാണ്. The wedding at Cana is quite familiar with all of us. ആമേൻ. അടയാളങ്ങളുടെ ആരംഭം അത് നമുക്ക് അറിയാം. It is the beginning of signs and wonders. അല്പം കൂടെ ഒന്ന് കടന്നു വരികയാണ്. അടയാളങ്ങൾ നടന്നതിനേക്കാൾ, അത്ഭുതങ്ങൾ നടന്നതിനേക്കാൾ എനിക്ക് അല്പം കൂടെ സന്തോഷം തോന്നി. അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി. But beyond the fact that signs and wonders happened, I am more happy because of the fact that He revealed His glory at the wedding at Cana. Praise the Lord. അപ്പൊ മഹത്വം വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി ഏതെല്ലാം മേഖലകളിൽ വെളിപ്പെടണം അതിനെല്ലാം കൂടെ ചേർത്ത് പറയുകയാണ്. ആമേൻ. വെള്ളത്തെ വീഞ്ഞാക്കി നിസ്സാരമായിട്ട് പറയരുത്. അതെന്തായിരുന്നു? ദൈവത്തിന്റെ മഹത്വമാണ് ദൈവം വെളിപ്പെടുത്തിയത്. So when we say the glory of God is revealed, means in all areas of our life, in all dimensions where the work of God needs to be revealed, it is not that we are nullifying the fact that the water was turned into wine, but in all those things the glory of God was revealed. അതുകൊണ്ട് നാം തുടർന്ന് ധ്യാനിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഹല്ലേലൂയ, ആ മഹത്വം എന്നിൽ, എന്റെ കുടുംബത്തിൽ നാം ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ കർത്താവേ ആ മഹത്വം ഒന്ന് വെളിപ്പെടണമെന്ന് ഒരു വാക്ക് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ. So while we are meditating the word of God today, let us all pray together. God, let your glory be revealed in me. Let your glory be revealed in my family and in my life. Let your glory be revealed today. Hallelujah. ആമേൻ. ഈ വിഷയം എടുത്തു പറയേണ്ട, മഹത്വം വെളിപ്പെടാനെന്ന് പ്രാർത്ഥിച്ച് Let us pray that let the glory of God be revealed. എല്ലാവരും അതിനെ തുറന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ. Let's open our mouth and pray. ആമേൻ. ആ മഹത്വം ആ ഭവനത്തിന് വേണ്ടി മാത്രമല്ല, എന്റെ ഭവനത്തിലെ അകത്തും ആ മഹത്വം ഒന്ന് വെളിപ്പെടണമേ. എന്റെ സഭയ്ക്കകത്ത് ആ മഹത്വം ഒന്ന് വെളിപ്പെടണമേ. എന്റെ തലമുറയുടെ മേൽ ആ മഹത്വം. Well, let us pray together. Let the glory of God be revealed in my family as well. It should not be limited to the wedding at Cana. God, reveal your glory in my life, in my family. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലക്കാലം മഹത്വം വെളിപ്പെടട്ടെ. അവൻ മഹത്വം വെളിപ്പെടട്ടെ. അത് വിടുതലായി, അത് അത്ഭുതമായി, അത് വീര്യപ്രവർത്തിയായി യേശുവിന്റെ നാമത്തിൽ. ആർക്കും പരിഹരിക്കാൻ കഴിയാത്തത്, ആർക്കും വിടുവിക്കപ്പെടാൻ കഴിയാത്തത്, ആർക്കും സോൾവ് ചെയ്യാൻ കഴിയാത്ത ആ മേഖലകളിൽ ഇന്ന് പകലക്കാലം യേശുവിന്റെ മഹത്വം. Oh, let the power of Jesus, let the glory of Jesus be revealed today in your life, in all those impossibilities in your life, in all those troubles where you are trapped. Let the glory of God be revealed with deliverances, with healing. Let the glory of God be revealed today. Hallelujah. Glory be to God. പരിശുദ്ധാത്മാവേ, കാര്യസ്ഥനേ, ഇന്ന് പകൽ ഞങ്ങൾക്ക് ആ മഹത്വം കാണണം, ആ മഹത്വം അനുഭവിക്കണം. Feel your glory today. Lord, I want to experience your glory today. Lord, reveal your glory to me, Father. Glory, 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 glory. Glory, hallelujah. Glory, 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 glory. Fall upon us. Oh, Jesus. Oh, Jesus, with deliverance, with miracles, with signs and wonders. Hallelujah. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. അതുവരെ വെളിപ്പെടാത്ത, കണ്ടിട്ടില്ലാത്ത, അനുഭവിക്കാത്ത ആ മഹത്വം ആ ഭവനത്തിനകത്തോട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
And the house at Cana, the wedding house, that house witnessed a deliverance, a glory that was not revealed until then. ഇന്നിപ്പോൾ ഒന്ന് വിശ്വസിച്ച് പറഞ്ഞു, എന്റെ ഭവനത്തിൽ ആ മഹത്വം വെളിപ്പെടും. Let us believe and declare that this glory be revealed in my family. വിശ്വാസത്തോടെ പറഞ്ഞു, എന്റെ ഭവനത്തിൽ ആ മഹത്വം ഞാൻ കാണും. With faith, let us declare that this glory of God will be witnessed in my house as well. കുഞ്ഞിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ആ മഹത്വം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. In my personal life, in my family life, I declare that this glory of God will be revealed. Thank you, Jesus. Thank you, Jesus. ഈ മഹത്വം വെളിപ്പെട്ട സംഭവം ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. I want to touch upon this fact on the revelation of this glory. ആമേൻ. മൂന്നാമത്തെ വാക്യം, Verse 3. മതി. സ്തോത്രം. എന്താണ് അവിടുത്തെ വിഷയം? ഒരു പോരായ്മ ആ ഭവനത്തിനകത്ത് കടന്നു വരികയാണ്. What is this house facing right now? They are lacking wine. Praise the Lord. നമുക്കറിയാം, യഹൂദന്മാരുടെ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വരുന്നവർക്ക്, ക്ഷണിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്ന വീഞ്ഞ്. One of the most important thing in the wedding ceremony of Jews is to give wine for all the invitees. ഏതാണ്ട് 5 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് വിവാഹത്തിന്റെ അല്ലെങ്കിൽ ആ വിരുന്നെന്ന് പറയുന്നത്. It is a feast that goes on for 5 to 6 days. ഒരു ദിവസം കൊടുത്താ പോരാ, 2 ദിവസം കൊടുത്താ പോരാ, വിരുന്ന് കഴിയുന്നിടം വരെ ക്ഷണിക്കപ്പെട്ടവർക്ക് മാനിക്കുന്ന, ബഹുമാനിക്കുന്ന ഒന്നാണ് അവർക്ക് കൊടുക്കുന്ന ഈ വീഞ്ഞെന്ന് പറയുന്നത്. Giving wine for a day or two is not enough. They have to give wine as a sign of respect to all those invitees throughout the days of celebration. ആമേൻ. സ്തോത്രം. വീഞ്ഞ് കുറഞ്ഞു പോയാൽ, തീർന്നു പോയാൽ മരണമല്ല, ഒരു 4 തലമുറ വരെ ദേശം പറഞ്ഞ് അവമാനിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു വിഷയം, ഈ പോരായ്മ എന്ന് പറയുന്നത്. If the wine is over during the celebration, it is a shame for the family, and the neighbors are going to the city is going to talk about them for another 4 generations. ആമേൻ. സ്തോത്രം. സ്തോത്രം. പുതുതായിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ 2 വ്യക്തികൾക്കും അതുപോലൊരു നാണക്കേട് ഇനി പറയാനില്ല. There is no more shame than this fact that the wine got over for the newlyweds as they enter into a new life. നമ്മുടെയൊക്കെ കല്യാണങ്ങളിൽ ആർക്കെങ്കിലും അഥവാ ഫുഡ് തികഞ്ഞില്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാലും പറയും, നിന്റെ കല്യാണത്തിന് ഫുഡ് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് പറയും. Even in our weddings, if the food is not enough, people will remind us of the fact that it got emptied. It was not enough even after 4 or 5 months. Praise the Lord. നിങ്ങൾ ആരും ഇപ്പം കല്യാണത്തിലോട്ട് പോയല്ലേ? ഈ പോരായ്മ എന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കാം. ശ്രദ്ധിച്ചാട്ട് ഒരു പോരായ്മ കയറി വരികയാണ്. So there is a lack in the house. Praise the Lord. വീഞ്ഞ് അത് സന്തോഷത്തെ പകരുന്നതാണ്. Wine pours happiness. Praise the Lord. ആമേൻ. മുന്തിരിവള്ളിയെ പറ്റി പറയുന്നു, ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന രസം വീഞ്ഞിനുണ്ട്. When we talk about the wine and the branches, the wine has the property of making the children of God as well as God happy. Praise the Lord. അപ്പോൾ ഇതാണ് ഇപ്പം തീർന്നുകൊണ്ടിരിക്കുന്നത്. And this is what that is getting over right now. Praise the Lord. ആമേൻ. സന്തോഷം, സമാധാനം പുതുക്കെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. So the joy and peace are slowly getting drained off. Praise the Lord. നമ്മളിവിടെ വരുമ്പോൾ ചിരിക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ് പറയുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആമീൻ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അറിയിച്ചാലും ഇല്ലെങ്കിലും ആമീൻ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വരുന്ന പോരായ്മയെ കർത്താവ് കാണുന്നുണ്ട്. We are here, coming here and praying, worshiping, doing lot of things, but still the presence of God is able to see what is lacking in our family life. Praise the Lord. ഒരു വർഷങ്ങളിൽ സന്തോഷം കുറയുന്നുണ്ടായിരിക്കാം, ഐക്യത കുറയുന്നുണ്ടായിരിക്കാം,
സ്നേഹം നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, സ്വസ്ഥത കുറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവിന് മാത്രം ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. We may be losing our love, joy, peace, or unity in our family. And today there are certain things that only God can do in our family. Praise the Lord. ഇന്ന് പകൽക്കാലം ഈ ദൂത് പറയുമ്പോൾ ആ പോരായ്മകള് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. So while I am revealing God's word to you, you have to confess all these things that are lacking in your family life unto God. Praise God. മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. So the glory of God be revealed. അന്ന് പറയുന്ന വിഷയത്തിന് മേൽ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. The issue that you are going to bring up in front of God today, on that issue itself, the glory of God is going to be revealed. മറിയ പറഞ്ഞത് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൽപ്പിക്കണം, മഹത്വം അവൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. That is why Mary said, do as he says, because the glory of God is going to be revealed. Praise the Lord. ആമീൻ. മറിയ പറഞ്ഞതുപോലെ തന്നെ ആമീൻ കർത്താവ് അവരോട് കൽപ്പിക്കാനായിട്ട് തുടങ്ങി. And just as Mary told others, Jesus started commanding them. ഞാൻ ആമീൻ പലവട്ടം പ്രസംഗിച്ച വിഷയമായതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. I'm rushing through these portions because you are familiar with this. ആമീൻ. സ്തോത്രം. പോരായ്മ ഏതാണ്? പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു വെള്ളം മുഴുവൻ നിറയ്ക്കാൻ. So what is lacking is wine, but what Jesus told is to fill with water. Praise the Lord. ഇപ്പം വെള്ളമാണോ വേണ്ടിയത്, വീഞ്ഞാണോ ഇപ്പം വേണ്ടിയത്? So what do they need? Do they need water or wine? Praise the Lord. വീഞ്ഞാണ് ഇപ്പം അടിയന്തരമായിട്ട്. പക്ഷെ നോക്കുമ്പോൾ കാലിപ്പാത്രത്തിനകത്ത് മുഴുവൻ ഇപ്പം എന്തോ നിറച്ചുകൊണ്ടിരിക്കുക. So what they need is wine right now, immediately. But what they're seeing is that Jesus has asked them to fill the stone jars with water. Praise the Lord. അപ്പോൾ ചില കാര്യങ്ങൾ എന്താ നടക്കുന്നത് നമുക്ക് പോലും പിടികിട്ടത്തില്ല. So few things when God does in our life, even we do not have an idea of what is happening. അതുകൊണ്ട് പറയുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വഴികൾ ദൈവത്തിന്റെ വഴികളിലും നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരത്തെക്കാൾ ഉന്നതമാണ്. That is why the word of God says, as far as heavens are above the earth, as it is, the ways of God is above our ways. നമ്മൾ എടുക്കുന്ന നമ്മുടെ ചിന്തയിൽ, നമ്മുടെ യുക്തിയിൽ, ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന വഴിയിലൂടെയല്ല ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ചില മേഖലകൾ. We might be thinking many things in our limited knowledge and limited understanding, but God is choosing a way that is beyond all these things. ആമീൻ. വരുന്നവരുടെ കാലുകൾ കഴുകാൻ പുറത്തു കിടക്കുന്ന കൽപാത്രങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, ആമീൻ നിറയ്ക്ക്, ഇതിന്റെ അകത്ത് വക്കോളം നിറയ്ക്ക്. Jesus looked at the stone pots, the water pots, which is kept for filling the water so that others can clean their feet. But looking at that, Jesus told, fill it with water. ആമീൻ. നിറയ്ക്കുന്നവർ വിചാരിച്ചു കാണും, ആമീൻ വലിയ ഗസ്റ്റുകൾ പെട്ടെന്ന് വരാറുണ്ട്, അതുകൊണ്ട് കാല് കഴുകാനായിരിക്കും ഈ വെള്ളം നിറയ്ക്കുന്നുള്ള ലാഘവത്തോടാണ് ഇവരിത് നിറച്ചുകൊണ്ടിരിക്കുന്നത്. So those who are filling the water pots would have imagined, would have thought that there are more guests to come and they need to wash their feet. That is why Jesus told this. ഒരു കാര്യം പറയാം, നിങ്ങൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയത്തില്ല ഇത് എന്തിനു വേണ്ടിയാണ്. പക്ഷെങ്കിൽ അല്പം കൂടെ വെയിറ്റ് ചെയ്യ്, മഹത്വം വെളിപ്പെടാനുള്ള ചില പ്രവർത്തികൾ നിങ്ങൾ പോലും അറിയാതെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിടയായി തീരും. Let me say this today, when God is making you to do certain things, even you may not know what is this meant for. Without your understanding of what is the purpose of this, God is deciding, God is planning to reveal his glory in that act. Praise the Lord. മറഞ്ഞിരിക്കുന്നത് അവന് മഹത്വമുള്ള കാര്യമാണ്. What is hidden is something that is going to reveal glory for God. അവൻ വീഞ്ഞാണ് വേണ്ടത്, പക്ഷേ അവരോട് പറയുകയാണ് നിങ്ങൾ വെള്ളം മുഴുവൻ കോര്. They wanted wine, but Jesus is asking them to fill water. ഇന്ന് പകൽക്കാലം
ചില സമയങ്ങളിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടാത്ത കാര്യം ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ അവൻ മടി കൂടാതെ ലജ്ജ കൂടാതെ അവൻ ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്നില്ലെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവ നിയോഗത്തെ ദൈവത്തിന്റെ വചനത്തെ അതുപോലെ അനുസരിച്ച് നീ നിൽക്കാൻ തയ്യാറായ മഹത്വം പുറകെ വരുന്നുണ്ടെന്ന് ഇന്ന് പകലൊക്കെ ദൈവമക്കൾ മറന്നു പോകരുത്. Today, if God is asking you, when Holy Spirit is asking you to do certain things which you have not prayed for, which you have not asked for, but still do it because you have to understand that there is a glory that follows this. Praise the Lord. ജോലിയാണ് വേണ്ടത്. You want a job. കർത്താവ് പറയും നീ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. But God is asking you to pray for the nation, pray for the city. ആമേൻ. തലമുറയുടെ വിടുതലാണ് നിന്റെ വിഷയം. You want deliverance for your generation, for your children. സഭയ്ക്ക് വേണ്ടി ഇടിവ് നിൽക്കുക. But God is asking you to pray for the church. ഒരുപാട് വിഷയമുണ്ട്. അതിന് വിരുദ്ധമായ പല കാര്യം സിയോസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. നന്മ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ അതല്ല പറയുന്നത്. അതിനപ്പുറമായ പലതും ദൈവത്തിന്റെ ആത്മാ പറയുമ്പോൾ നിന്റെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടാതെ അവൻ കൽപ്പിച്ചതുപോലെ അവൻ പറയുന്നത് പോലെ ഒരു പോഷനെ പോലെ നിന്ന് കോരാൻ തയ്യാറായ നിന്റെ ജീവിതത്തിൽ ആ മഹത്വം മടങ്ങി വരുവാനിടയായി തീരും. You may have many needs for COS job, many things in your life, and you are praying for all those things. But even when you pray for all those things, if God is asking you to do something else, then please do it. Because if you are faithful and if you do all those things like a fool, then God is faithful to reveal His glory in your need. എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ എല്ലാ കൂട്ടായ്മയ്ക്ക് പോകും. ഞാൻ ജോലി കിട്ടിയാൽ ആഴ്ചയിൽ ഒന്ന് കർത്താവിൻ്റെ വേല ചെയ്യും. എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ട്രാക്ട് കൊടുക്കും. സ്തോത്ര കൃപയാൽ ഇതുവരെ ഒന്നും നിങ്ങൾ വാതുറന്ന് പറ. Some people are like, if I get a job, then I will come to church. If I get a job, I will go for the evangelism outreach program. If I get a job, I will do this. But unfortunately, nothing has happened so far. ഇന്ന് പകൽക്കാലം അവൻ കൽപ്പിച്ചത് നിന്റെ വിഷയം മീഞ്ഞ കർത്താവ് പറയുന്നു വെള്ളം കോരാൻ പറഞ്ഞാൽ അങ്ങനെ അതുപോലെ അനുസരിക്കുന്ന പകൽക്കാലം പറ്റുമോ? നമ്മൾ രാവിലെ കേട്ടതുപോലെ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അല്പസമയം വിട്ടുകൊടുക്കാമെങ്കിൽ നിന്റെ വിഷയത്തിനും ഭവനത്തിന്റെ വിഷയത്തിനും മഹത്തമായി വെളിപ്പെട്ടു വരുന്ന ദൈവ പ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാനിടയായി തീരും. Today morning, are we willing to leave ourselves? Are we willing to surrender ourselves completely and obey God with all our heart and do what He says? Although we are asking for certain other things and He is not providing that and He is asking us to do something else, let us do that. And if we do that, the one who is faithful is able to bring that deliverance and reveal His glory in my life, in our life, and in your family life as well. Praise the Lord. കോരി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ് കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്ക്. Once they fill the jars, will fill the water pots with water, Jesus says, take it and give it to the. Praise the Lord. എപ്പോഴാ വെള്ളം മാറിയത് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. And they do not know when this water turned into wine. സംഭവിച്ചത് ആർക്കും തിരിച്ചറിയത്തില്ല. No one is able to figure out when this transition happened. അവൻ കൽപ്പിച്ചതുപോലെ നീ ചെയ്യാൻ തയ്യാറായാൽ ഏത് സമയത്താ ചേഞ്ച് വരുന്നത് നമുക്ക് പോലും അറിയത്തില്ല കൂടപ്പുറപ്പേ. If we are willing to do what He says, even we do not realize when this change has happened in our life. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ കുഞ്ഞേ നിന്നെ മാറ്റാൻ നിന്റെ കുടുംബ അന്തരീക്ഷത്തെ മാറ്റാൻ നിന്റെ ആത്മമണ്ഡലത്തെ മാറ്റാൻ നിന്റെ പോരായ്മകളെ നികത്തി നിന്നെ മഹത്വമുള്ളവനാക്കാൻ രുചിയുള്ളവനാക്കാൻ നല്ലതാക്കാൻ ഈ ദൈവത്തിന് കഴിയത്തില്ലേ? ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് അവന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ടാൽ നീ ആളമാറിയവനെ പോലെ ആയിത്തീരാനിടയായി തീരും. If our God is able to turn water into wine, my dear child, my dear church, He is able to bring that deliverance, bring that change and transition in your family life also. He is able to change the situation in your family. He is able to change the lack in your family. He is able to nourish you. He is able to provide deliverance and reveal glory in your family life. എന്താണ് ഇവിടെ വെളിപ്പെട്ട മഹത്വം?
What is the glory that was revealed in this place? ആമേൻ. ആ ഭവനത്തിനകത്ത് വെളിപ്പെട്ട പോരായ്മയെ ദൈവം എടുത്തു മാറ്റി. The lack that this family was facing, God removed it. ആമേൻ. ആ വെള്ളത്തെ ദൈവം മാറ്റി ഏറ്റവും നല്ല വീഞ്ഞാക്കി മാറ്റി. God changed that water into the best wine. ആമേൻ. ആ അത്ഭുതത്തെ പറ്റി പറയുന്നു, അവൻ തന്നെ മഹത്വമാണ് വെളിപ്പെടുത്തിയത്. And when we speak about this miracle, this sign, we are glorifying his glory. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം അവന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെട്ടാൽ നിങ്ങളെ മാറ്റത്തില്ലേ? So if that can happen, how much more he can reveal his glory in our life. വെള്ളത്തെ മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെങ്കിൽ നിന്റെ ഉണങ്ങിയ വരണ്ട അനുഭവം മാറാൻ, നിന്റെ പോരായ്മകളെ മാറാൻ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ആത്മീയത്തിൽ വളരുവാൻ കഴിയാതെ, അഭിഷേകത്തിൽ മുന്നേറാൻ കഴിയാതെ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ട് എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ട ദൈവവൈതലേ, നിന്നെ ആളും മാറിയവനെ പോലെ മാറ്റിയെടുക്കാൻ അവന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ടാൽ, അവന്റെ മഹത്വം നിന്റെ തലമുറയിൽ വെളിപ്പെട്ടാൽ, അവന്റെ മഹത്വം നിന്റെ കുടുംബജീവിതത്തിൽ വെളിപ്പെട്ടാൽ, നീ പോലും വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ വരുത്താൻ എന്റെ ദൈവം ശക്തനാണ്. If he can turn the water into wine, he is powerful enough to bring that, reveal that glory in your personal life also, to nourish all your lack, to fill all the things that are lacking in your life and the problems that you are facing. He is able to bring deliverance and reveal his glory in your life, to pray for your family, to pray for your generation, to bring deliverance in your generation. He is able to reveal his glory among your generation as well. അങ്ങനെയാണ് പോരായ്മ മാറ്റിയ ഒരു മഹത്വം ഇന്ന് പകൽക്കാലം ചില ഭവനത്തിനകത്തുനിന്ന് വെളിപ്പെടട്ടെ. And today God is going to reveal his glory by removing the lack in your family. അവൻ നോക്കി നിൽക്കാൻ മാറ്റം വരുത്തിയതുപോലെ അവൻ അത്ഭുതകരമായ ചില വിടുതലുകൾ കർത്താവ് കൽപ്പിക്കുന്ന ആ മഹത്വം ഒന്ന് വെളിപ്പെടുവാൻ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. Let us all pray together that this glory be revealed in my family, so that while I witness, while I look at it, it is going to have a transition and it is going to change completely and the glory of God be revealed. നമ്മൾ വചനം ഏറ്റെടുത്ത് പോണം. Let us take this word of God and declare it. അമ്മ ഒരു 1-2 മിനിറ്റ് നിങ്ങൾ ആ ഇരിപ്പിലിരുന്നു കൊണ്ട് ആ പോരായ്മകൾ ദൈവത്തോട് വിശ്വാസത്തോടെ പറഞ്ഞേ. Let us have faith and declare this word of God with faith in our family. ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വിശ്വാസത്തോടെ ഇരിപ്പിലിരുന്നു പറഞ്ഞേ. Declare all the confess, all the lack in your family. Wherever you want the glory of God be revealed, all the dimensions in your family where you want the glory to be revealed, declare it. അവന്റെ അപ്പനോ അമ്മയ്ക്കോ നിന്റെ കൂടപ്പറപ്പിനോ ആ വിഷയത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവൻ സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണഭൂതനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. ആ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ, നിന്നെ ആള് മാറിയവനെ പോലെ മാറ്റാൻ, നിന്റെ അന്തരീക്ഷത്തെ മാറ്റാൻ, നിന്റെ പരാജയങ്ങളെ മാറ്റാൻ, നിന്റെ പോരായ്മകളെ മാറ്റാൻ ആ മഹത്വം. When your brother or sister or your parents, when no one can solve your problem, in front of God, bring it to God, bring it to the presence of God, and he is able to reveal his glory upon your problem, change it forever. He is powerful enough to do that. His presence is here, this mighty presence we are witnessing today. Confess it to God and he is going to reveal his glory in your life today. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ in the mighty name of Jesus, let the glory be revealed in our life. All the dimensions, all the problems, all the troubles which I am struggling with, God, reveal your glory. Reveal your glory. Hallelujah. ദൈവത്തിന്റെ മഹത്വം as we confess, as we take unto God the problems we have, as we take unto God the troubles we face, all the impossibilities, God is able to transform, God is able to change it.
God is able to change it മഹത്വം വെളിപ്പെടട്ടെ. and എല്ലാ reveal His ദൈവമക്കളും glory. ആത്മാവിൽ ആരാധിച്ചാട്ട് സകല പോരായ്മകൾ നികന്നു വരുന്ന ദൈവമഹത്വം. ഓ ജീസസ്, അത്ഭുതകരമായി മാറ്റുന്ന ദൈവ മഹത്വം ഈ മകന്റെ മേൽ ഇറങ്ങി വരട്ടെ. സുഡാരാമന ശംദരാധന അംദര വൈഡമാന ഘടകസിയാധന ഉദയധാരകച്ചസിയാധന പോരായ്മ വരുത്തി, ശൂന്യത വരുത്തി, തകർച്ചയിട്ട് വെല്ലുവിളിക്കുന്ന ദുഷ്ടന്റെ അധികാരത്തെ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ശാസിക്കുകയോ. ശത്രു പൊളിച്ചെടുത്ത് മഹത്വമറങ്ങട്ട്, ശത്രു പൊളിച്ചെടുത്ത് മഹത്വമറങ്ങട്ട്, പോരായ്മകള് മഹത്വമറങ്ങട്ട്. അർത്ഥമാന ഘടകധി ഉടയജാര ഘടകധി അർത്ഥപ്രവന ഘടകസി അന്തരാധരാധര മറ്റുള്ളവർ അറിയുന്ന മഹത്വം, മറ്റുള്ളവർ സന്തോഷിക്കുന്ന മഹത്വം. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, ഇറങ്ങുന്ന മകളിൽ ആ മഹത്വം ഇവിടെ വെളിപ്പെടട്ടെ. വിരുന്നുവാഴി അറിയാതെ ആ മഹത്വം വെളിപ്പെട്ടതുപോലെ നീ പോലും അറിയാതെ നിന്റെ വിഷയത്തെ, നിന്റെ പ്രതിസന്ധിയെ, നിന്റെ ഭാരത്തെ എടുത്തു മാറ്റുന്ന ദൈവ മഹത്വം. The glory of God that takes away your burden, the glory of God that takes away your burden is going to be revealed today. Hallelujah. Thank you Jesus, thank you Jesus. വിശ്വാസം വർദ്ധിക്കുന്ന ചില ദൈവ പ്രവൃത്തി ഇന്ന് പകല് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. വിശ്വസിച്ചാൽ കഴിയാത്തതുപോലെ ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ആ മഹത്വം ദൈവം വെളിപ്പെടുത്തുകയാണ്. ദുഷ്ട പിശാച് കെട്ടിവെച്ചത്, അന്ധകാരം വെല്ലുവിളിച്ചത്, ആ പോരായ്മയെ മാറ്റുന്ന ദൈവത്തിന്റെ മഹത്വം. ജീസസ്, ജീസസ്. റഖാമനാസ്. The glory of God, the glory of God that removes നിന്റെ ശൂന്യതയുടെ മേൽ ആ മഹത്വം ഇറങ്ങട്ടെ, നിന്റെ ഭാരത്തിന്റെ മേൽ ആ മഹത്വം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Let this glory be revealed upon you. പോരായ്മ വരുത്തി നിന്നെ നിന്ദിക്കാൻ, നിന്നെ അപമാന വിഷയമാക്കാൻ, നിന്നെ അപമാനിക്കാൻ പിശാച് വെല്ലുവിളിക്കുമ്പോൾ അതിനു മുൻപേ ഒരു മഹത്വം ഇറങ്ങുകയാണ്. അതിനു മുൻപേ ഒരു മഹത്വം ഇറങ്ങുകയാണ്. ചില ചോദ്യങ്ങൾ നീ നേരിടുന്നതിന് മുൻപ്, ചില ചോദ്യങ്ങൾ, ചില വിരലുകൾ ചൂണ്ടുന്നതിന് മുൻപ് ഒരു മഹത്വം ദൈവം വെളിപ്പെടുത്തുകയാണ്. ഓ ജീസസ്, ജീസസ്, ജീസസ്. Glory be to God, glory be to God, glory be to God, glory be to God. Hallelujah. Let your glory be revealed. അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി. അത് തീർന്നു പോയിട്ടില്ല, അത് നിന്നു പോയിട്ടില്ല. നിന്റെ മേൽ അത് വെളിപ്പെടുത്താം. Hallelujah. Praise the Lord. Hallelujah. Hadamanasiya. Alkamana gadagasiya. Oh. Shabadadada. Lektariyada. Shamdapriyada. Hadamana gadagasi. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ
ഇത് ദൈവം ഡയറക്റ്റ് ഡീൽ ചെയ്യുകയാണ്. ഇത് പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ഡീൽ ചെയ്യുകയാണ്. ഇതൊരു മനുഷ്യന്റെ കരമല്ല, ഒരു മനുഷ്യന്റെ ഇടപെടലല്ല. നിന്റെ കണ്ണുനീരിന്റെ മറുപടിയായി, നിന്റെ വേദനയുടെ മറുപടിയായി ഒരു മഹത്വം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇന്ന് പകൽക്കാലം അയക്കുകയാണ്. God, I bring my lack unto your presence. God, reveal your glory to me. As I bring my lack unto your presence. God, reveal your glory. അന്നവം മദനം ദുരവം ശമനം നരകം ധാരം അർത്ഥം ഭവനം ഭാരം വക്ഷം. You tell me what to do. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യേശു അത് കേട്ടിട്ട് ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. John chapter 11 verse 4 says, Hallelujah. when Jesus heard this, he said, this sickness will not end in death. No, it is for the glory, God's glory, so that God's Son may be glorified through it. വചനത്തെ വിശ്വസിക്കണം. Let's believe in the word of God. ആമേൻ. എന്റെ ഈ കഷ്ടത ദൈവനാമ മഹത്വത്തിനാണെന്ന് പറഞ്ഞ്, The problems that I'm facing is for the glory of God. എന്റെ ഇടുക്കം, എന്റെ ഞെരുക്കം, എന്റെ വേദന തകർക്കാനല്ല, തകരാനല്ല, ഞാൻ കണ്ടിട്ടില്ലാത്ത മഹത്വം വെളിപ്പെടാനാണെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചേ. The struggles that I'm having, the pain I'm enduring, it is not to destroy me, but it is to reveal the glory of God. Let us believe this. ഇന്ന് പകലിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് റെസ്പോണ്ട് ചെയ്തപോലെ നാം റെസ്പോണ്ട് ചെയ്യണം. So today morning when you listen to certain things, when certain commands from God, we should respond as God has responded. എന്ത് കേട്ടാലും പറയണം. എന്ത് പറയണം? So whatever you hear, എന്റെ you should വിഷയം say. ഡിലേ വരുന്നു, ആമേൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. You should say നീ this is for the പിശാചിനിടം glory of കൊടുക്കരുത്. God. പിശാചിനിടം കൊടുക്കരുത്. എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല ദൈവം. അങ്ങനാണ് നിന്റെ ഭവനത്തിൽ ആ മഹത്വം പിശാചിനല്ല, ആ മഹത്വം മനുഷ്യനല്ല, ആ മഹത്വം ഡോക്ടേഴ്സിനല്ല, ആ മഹത്വം ദൈവത്തിന് തന്നെ. When you hear problems in your life, troubles in your life, do not give glory to Satan. You should give glory to God. Say with faith that this is for the glory of God. ഇന്ന് പകൽക്കാലം നീ പലതും കേട്ടിട്ട് ഭാരപ്പെട്ടിരിക്കുകയാ. Today morning, some people are still burdened even after hearing this. പലതും കേട്ടിട്ട് നീ ഇങ്ങനെ ഞരങ്ങിയിരിക്കുകയാ. ഇത് തകരുവാണോ, നഷ്ടപ്പെടുവാണോ, ഇല്ലാതാകുകയാണോ? വചനം പറയുന്നു, നമ്മൾ അതരം തുറന്ന് പറയണം, ഇത് ദൈവനാമ മഹത്വത്തിനായിട്ട്. Today morning, some people are crushed in their heart because they listen to certain things. But you have to say this is also for the glory of God. Praise the Lord. And over the police sister തലമുറയുടെ തലയെ കൈവച്ചു പറയണം, ഇത് ദൈവനാമ മഹത്വത്തിനത്രേ. And your brother, bless your children and pearly sister and put your hand on her head and say that this is for the glory of God. അഞ്ചു സിസ്റ്റർ ധൈര്യത്തോടെ പറയണം, ആമേൻ, ഇത് ആമേൻ ദൈവനാമ മഹത്വത്തിന്. Anju sister should boldly say that this is for the glory of God. ആമേൻ. എല്ലാവരും ഇത് പറഞ്ഞ് ഏതാ ആമേൻ നിന്നെ അലട്ടുന്ന ആ വിഷയത്തെ പറഞ്ഞു പറ. ആമേൻ, ഇത് ശത്രു ആമേൻ നിന്ദിക്കാനല്ല, ശത്രു ജയമെടുക്കാനല്ല, ഇത് ദൈവനാമ മഹത്വത്തിന്. Hallelujah. In all our problems, in all our troubles, let us മഹത്വം not allow വെളിപ്പെടട്ടെ. the enemy to ആ take മഹത്വം victory. Let വെളിപ്പെടട്ടെ. us not give glory to the enemy. Let us not give glory to Satan. But let us say, this is for the glory of God. ഉദരമനകട അത് നീ കേട്ടത് വാതറന്ന് പറ.
നീ കേട്ടത് വാതുറന്ന് പറ. തകരാനല്ല, ഒടയാനല്ല, പിരിയാനല്ല, അത് ദൈവനാമ മഹത്വത്തിലാണെന്ന്. What you have listened is not for your destruction, not for your separation, not to end your life, but it is to glorify the name of God. ഇന്ന് പകൽ ആലയത്തിനകത്ത് ആ മഹത്വം ഞാൻ അനുഭവിക്കുകയാണ്. പുരോഹിതന്മാർക്ക് അകത്ത് കയറാൻ കഴിയാതെ തേജസ് ഇറങ്ങിയതുപോലെ ആത്മാവിലെ മഹത്വത്തെ അനുഭവിച്ചാണ് ഞാൻ ഈ ദൂത് ഇന്ന് പകൽക്കാലം പറയുന്നത്. ഒരു മഹത്വം ദൈവം വെളിപ്പെടുത്തും. കുഞ്ഞൊരു മഹത്വം ദൈവത്തിന്റെ ആത്മാ വെളിപ്പെടുത്തുമെന്ന്. I'm encouraging all of you to experience this glory of God that is being revealed in your life. If you believe and declare it, this glory of God is going to be revealed in your problems. ആമേൻ. 11:4 പറഞ്ഞു ഇത് മഹത്വത്തിനാണ്. Verse 11:4 said it is for the glory of God. 40 ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. And in verse 40 it says, if you believe, you will see the glory of God. 4ാമത്തെ വാക്യത്തിൽ പറഞ്ഞു മഹത്വത്തിനാണെന്ന്. പറയുന്നത് പോലെ ചെയ്യും കേട്ടോ. മഹത്വം വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കത്തില്ല, അത് നീ കാണും, അത് നീ കാണും. പറഞ്ഞതുപോലെ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. In the verse 4, God says this is for the glory of God, and if he have said that this is for glory, he will do that, and this glory will be revealed in your life. 11:4 11:40 കാണാതെ പിടിച്ചോടും. You have to by heart verse 4 and verse 40 of chapter 11 John. എന്ത് നെഗറ്റീവ് കേട്ടാലും പറയണം ഇത് ദൈവനാമ മഹത്വത്തിന്. Whatever negative things you hear, you have to say this is for the glory of God. ആമേൻ. പ്രതിസന്ധി അതികഠിനമാകുമ്പോൾ ആത്മാവിൽ പറയണം ഞാൻ വിശ്വസിക്കുന്നു ദൈവമഹത്വം കാണാൻ പോകുകയാണ്. When the troubles you face are beyond what you can afford, beyond what you can sustain, you have to say that this is for the glory of God. Praise the Lord. ആമേൻ. സ്തോത്രം. ആ മഹത്വം കാണുമെന്ന് പറഞ്ഞിട്ട് യേശു മേലോട്ട് നോക്കി. And after he said that you will see the glory of God, he looked to the heavens. നീ മഹത്വം കാണാൻ തയ്യാറായാൽ, if you're ready to see the glory of God, ആദ്യം പറഞ്ഞു ഇപ്പോഴൊന്നും ഇല്ല, പുനരുത്ഥാനത്തിൽ കാണും. കർത്താവ് പറഞ്ഞു അവൻ നാളെയും മറ്റന്നാളും പിന്നുള്ള ഇന്ന് അവൻ ഇന്ന് പകലിൽ നീ വിശ്വസിച്ചാൽ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമായത് ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറാണ്. Although he told the glory is revealed in the resurrection, but Jesus is saying that today, if you are willing, if you believe, I will reveal my glory in you. ആമേൻ. സ്തോത്രം. അവള് പറഞ്ഞപ്പോ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായി. ആമേൻ. കാരണം സകലതും അവസാനിച്ചു. അന്നേരം കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചാൽ നാറ്റം വെച്ചത് മാറ്റിവെക്ക്, അടയ്ക്കപ്പെട്ടത് മാറ്റിവെക്ക്, ദിവസത്തിന് പഴക്കം മാറ്റിവെക്ക്, കല്ലറയും മാറ്റിവെക്ക്. അതല്ല വിഷയം. അവൻ വിശ്വസിച്ച കാരണം നാളിൽ പറഞ്ഞ ഒരു പ്രവചന ശബ്ദമുണ്ട്, എന്റെ നാമ മഹത്വമാണെന്ന്. അത് വെളിപ്പെടുത്താതെ കർത്താവിന് ബഥാന്യ വിട്ടുപോകാൻ കഴിയത്തില്ല. ഇന്നിപ്പോ ദൈവമേ ചിലത് നിന്റെ മേൽ പകരാതെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിന്റെ ഭവനം വിട്ടുപോകണമെങ്കിൽ ആമേ ചിലത് നീ കണ്ടേ ദൈവാത്മാ നിന്നെ അയക്കത്തുള്ളൂ. The body of Lazarus, the people told Jesus that the body of Lazarus has decayed. It has been 4 days and it is smelling foul smell. It's smelling badly. But Jesus, who came to reveal his glory, he will not walk away without revealing his glory. And if you believe today, he will not walk away from your life, and he will definitely reveal his glory in your life. ഒരു വർഷം ഒരു ബഥാന്യ പോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം. Maybe our life is like Bethania. അടയപ്പെട്ട് നാറ്റം വെച്ച് അവൻ പുറത്തിറങ്ങാൻ പറ്റാതെ വീടുതൽ മുഴുവൻ കഴിഞ്ഞെന്ന് പറയുന്ന അവിടെ വെച്ച് കർത്താവ് പറയുന്നു, നാളിൽ പറഞ്ഞത് ഒന്നുകൂടെ പറയുകയാണ്, മഹത്വം. It is closed, shut, stinking, and there is no hope. But then Jesus says that this is not the end. The glory of God is going to be revealed. വായിച്ചേ Verse 40, can we read it again? കർത്താവ് പറയുകയാണ്, പുതിയ കാര്യമല്ല. ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് വിലപിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? ഇന്ന് പകൽക്കാലം പറഞ്ഞതിനെ ഒന്ന് ഓർക്കാവോ?
അവൻ ദൈവം വ്യക്തമായി സ്പഷ്ടമായി ഈ നാളിൽ നിന്നോട് പറഞ്ഞതിന് ഓർക്കാമോ? നാറ്റം വെച്ചെടുത്ത് അവൻ കല്ലുരുട്ടി വെച്ചെടുത്ത് 4 ദിവസമായെടുത്ത് അവരോട് നീ ഓർത്തേ ഞാൻ എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണുമെന്ന് പറഞ്ഞിട്ടില്ലയോ? ഇന്ന് ഒരു പുതിയ ദൂതല്ല, അവൻ നീ കേട്ടതിന് ഒന്നുകൂടെ ആത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. നീ മഹത്വം കാണാൻ പോവുകയാണ്. When things are everywhere around you, problems are everywhere around you, and Jesus is reminding you that haven't I told you at the tomb of Lazarus, at the cave of Lazarus' body where it is kept, Jesus is saying that didn't I tell you that I will reveal the glory? And if you believe and if you surrender before God today, even if it is 4 days, even if it is days old, or even if it has started having a bad odor, even if it is so old that it cannot be sold, but Jesus says that I have told you. Remember what God has promised you. Remember what God has told you, and He is going to reveal His glory in your life. ഈ ആദ്യം കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ ഇവര് നീക്കിയില്ല. When Jesus told to remove the stone in front of the cave, they didn't do that. അവര് പറഞ്ഞു നാറ്റം വെച്ചു 4 ദിവസമായി, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട. പക്ഷെ മഹത്വം കാണുമെന്ന് പറഞ്ഞപ്പോൾ അവർ കല്ല് നീക്കി. They told it has been 4 days and there is bad odor coming from the cave. But when Jesus told you will see the glory of God, they removed. ഇന്ന് പകൽക്കാലം അവിശ്വാസത്തിന് കല്ലൊക്കെ ഒന്ന് നീക്കിക്കേ. നീ പറഞ്ഞത് സത്യമാ, നീ പറഞ്ഞത് സത്യമാ, മരിച്ചത് സത്യമാ, നാറ്റം വെച്ചത് സത്യമാ, അവൻ 4 ദിവസമായി സത്യമാ. പക്ഷെങ്കിൽ അവൻ മഹത്വം വെളിപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നീ കല്ല് പറഞ്ഞുകൊണ്ടിരിക്കരുത്, നാറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്, ദിവസം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നീ അതങ്ങ് മാറ്റിക്കൊടുക്ക്. ആ മഹത്വം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. Today morning let us remove the stone of faithlessness, stone where we are not faithful, we do not have disbelief, we have this disbelief. Let us remove the stone of disbelief from our life. And if God has told, it is a fact that this is a problem that has become quite old, this is a problem that is stinking now, it is giving a bad odor, it is a shame. But if God has told that the glory will be revealed, then let us remove that stone of unbelief and allow Him to reveal His glory in our life. നമ്മുടെ മുൻവിധി ഒന്ന് മാറ്റിവെച്ചേ, നമ്മുടെ എല്ലാ വിശ്വാസത്തെ ഒന്ന് മാറ്റിവെച്ച്. നിന്റെ ബുദ്ധിയും ചിന്തയും പറയും നടക്കത്തില്ല, കിട്ടത്തില്ല, പരാജയമാണ്, ശൂന്യമായിട്ട് മടങ്ങിപ്പോകും. ഇതെല്ലാം കൂടെ മാറ്റിവെച്ചിട്ട് ആ മഹത്വത്തിന് വേണ്ടി ഒന്ന് സമയത്തെ കൊടുത്ത്. Let us set aside, let us keep away our judgments, let us keep away our disbelief, and let us surrender before God so that His glory be revealed in our life. ശ്രദ്ധിച്ചേ, കല്ല് നീക്കി എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം ചെയ്യേണ്ടത് കൊണ്ട് ചെയ്തിട്ട് നീ മാറി നിന്ന് ബാക്കി മുഴുവൻ നമ്മുടെ റോളില്ല. കർത്താവ് ഇറങ്ങാൻ പോകുകയാ, കർത്താവ് കൽപ്പിക്കാൻ പോകുകയാ, കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. മഹത്വം കാണാൻ നീ കല്ല് നീക്കിയെങ്കിൽ, മഹത്വത്തിന് വേണ്ടി നീ ഒരുങ്ങാൻ തയ്യാറായ, ആ മഹത്വത്തിന് വേണ്ടി വിശ്വാസത്തോടെ കണ്ടുറക്കാമെങ്കിൽ ഇന്നിപ്പോൾ ആരാധന കഴിയുന്നതിന് മുൻപ് ആ മഹത്വം നിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ നിന്നെ അയക്കത്തില്ലത്. Today morning, listen carefully. The stone was removed. For what the stone was removed? To reveal the glory of God. If we are ready, if we are willing to remove all the obstacles of disbelief, all the hindrances before God, all the disbelief and judgments that we have, if we are ready to remove that and stand aside, you will see the glory of God being revealed in our life, and He will not walk away from you without revealing His glory in your life. ആ കല്ല് നീക്കിയപ്പോൾ കർത്താവ് മേലോട്ട് നോക്കി. When the stone was removed, He looked to the heavens. എത്ര ദൂത് കേട്ടാലും, എത്ര വചനം കേട്ടാലും, ഈ പറഞ്ഞ കല്ല് നീക്കടോളം കാലം ആ മഹത്വം നിനക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. Even if you listen to many words or many messages, unless you remove that stone of disbelief from your life, you will not be able to see the glory of God. ഒരുപാട് കാര്യം പറയണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക, കാരണം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
Let's pray together about this. ആമേൻ. സ്തോത്രം പപ്പായെ. ആമേൻ. സ്തോത്രം. മഹത്വം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും കേട്ടോ. പപ്പായുടെ മമ്മിയുടെ ഒരു ദൂത് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഒരു മഹത്വം ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചേ വിടത്തുള്ളൂ. ഒരു മഹത്വം കർത്താവിന്റെ ആത്മാവ് ഒരുക്കുന്നുണ്ട്. അവൻ എല്ലാവരോടും യൗവനക്കാരോടെല്ലാം ഞാൻ പറയുക, ആ വിശ്വാസത്തിന്റെ കല്ലൊക്കെ ഇത് മാറ്റിവെച്ച് അവൻ നമുക്കുള്ള വഴി തികവുള്ള വഴിയാ. നമ്മുടെ നടത്തിപ്പുകാരൻ കർത്താവാണ്. ആമിസ ലോകത്തിന്റെ ശക്തികൾ പറയും സിയോസ് ലഭിക്കത്തില്ല, ജോലി ലഭിക്കത്തില്ല എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ആ കല്ല് മാറ്റിവെച്ച് മഹത്വം കർത്താവ് ഇന്ന് പകലക്കാലം നിന്റെ മേൽ അയക്കുകയാണ്. തലമുറയുടെ മേൽ, കുടുംബ ജീവിതത്തിന്റെ മേൽ, വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ എല്ലാവരും അതിനെ തുറന്ന് പ്രാർത്ഥിച്ച് ആമേൻ. കർത്താവേ, എനിക്കും ആ മഹത്വം ഒരു പക്ഷെ രോഗശാന്തിയായിരിക്കും. ആ മഹത്വം നിന്റെ ബന്ധനം അഴിയുന്നതായിരിക്കും. ആ മഹത്വം നിന്റെ പോരായ്മ നികത്തുന്നതായിരിക്കും. ആ മഹത്വം നിന്നെ തന്നെ അടിപൊളി മാറ്റുന്നതായിരിക്കും. എന്ത് തന്നെയാണേലും ഇന്ന് പകലിൽ ആ മഹത്വം ഒന്ന് വെളിപ്പെടുവാൻ ആ കല്ല് നീക്കിക്കേ. നിന്റെ വിഷയം ദൈവാത്മാവ് ഏറ്റെടുക്കുകയാ. നിന്റെ വിഷയം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാ. അസാധ്യമായത്, നാറ്റം വെച്ചത്, 4 ദിവസമായതിന്റെ കെട്ട് ദൈവത്തിന്റെ ആത്മാവ് അഴിക്കുകയാ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. നിങ്ങളൊന്ന് തയ്യാറായിക്കുക മനസ്സുകൊണ്ട്. Let us prepare ourselves. കുറവ് എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണം. ഒന്ന് പറഞ്ഞേ, Lord, forgive my disbelief. എന്റെ അവിശ്വസ്തതകളെ ക്ഷമിക്കണം. Lord, forgive my unfaithfulness. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര തൂതി കേട്ടാലും എനിക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത ചില കല്ലുകൾ ഞാൻ തന്നെ പറയുന്നത് നടക്കത്തില്ല. സമയം കഴിഞ്ഞു, നേരം വൈകി. ആമേൻ. ഇനി ഒരു ഉദ്ധാരണം, ഇനി ഒരു വിടുതൽ ഇല്ല, ഒരു നന്മ ഞാൻ കാണത്തില്ലെന്ന് എവിടെയൊക്കെ നിന്റെ അന്തരാത്മാവ് പറഞ്ഞ് നിന്റെ മനസ്സിനെ ക്ലേശിപ്പിക്കുമ്പോൾ ആത്മാവ് ചിലരോട് ദൂത് പറയുന്നു, ആ കല്ല് നീ ഉരുട്ടി വെച്ചത് നീ മാറ്റിവെച്ച് നിന്നെ മാറ്റിയെടുക്കുന്ന മഹത്വം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. Many a times we have told in our mind that this will not happen, this is overdue, there is no way, there is a deliverance that is coming for me, it is impossible, it is not going to happen. We might have told all these things, but today Holy Spirit is encouraging you to remove that stone of disbelief from your mind and allow Holy Spirit to reveal His glory in your life. ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിയിടും വാൻഗിരിയിൽ, ഉയരത്തിൻ നാഥൻ യാഗിൻ യഹോവ അവൻ എന്നെ നടത്തിയിടുന്നു. ഉയരത്തിൻ നാഥൻ യാഗിൻ യഹോവ അവൻ എന്നെ നടത്തിയിടുന്നു. ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിയിടും വാൻഗിരിയിൽ, ഉയരത്തിൻ നാഥൻ യാഗിൻ യഹോവ അവൻ എന്നെ നടത്തിയിടുന്നു. ആമേൻ. ഉയരത്തിൻ നാഥൻ യാഗിൻ യഹോവ അവൻ എന്നെ നടത്തിയിടുന്നു. വേദനയിൽ പരിശോധനയിൽ ദേശങ്ങളിൽ കൊടുങ്കാറ്റുകളിൽ, വേദനയിൽ പരിശോധനയിൽ ദേശങ്ങളിൽ കൊടുങ്കാറ്റുകളിൽ അലയാടിച്ചുയരും ആഴി തന്നാട്ടോവിൽ അവൻ എന്നെ നടത്തിയിടുന്നു. അലയാടിച്ചുയരും ആഴി തന്നാട്ടോവിൽ അവൻ എന്നെ നടത്തിയിടുന്നു. ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിയിടുവാൻ ഗിരിയിൽ, ഉയരത്തിൻ നാഥൻ യാഗിൻ യഹോവ അവൻ എന്നെ നടത്തിയിടുന്നു. അവൻ ഉയരത്തിൻ നാഥൻ യാഗിൻ യഹോവ അവൻ എന്നെ നടത്തിയിടുന്നു. മാറുകില്ല അവൻ എന്നെ വിളിച്ചതിനാൽ, കൈവിടുകില്ല അവൻ ഒരു നാളിലോ. മാറുകില്ല അവൻ എന്നെ വിളിച്ചതിനാൽ, കൈവിടുകില്ല അവൻ ഒരു
വാക്കുമാറാത്ത വാഗ്ദത്തമുണ്ടെനിക്ക്. ഓ മാറ്റമില്ലാത്ത വാക്കുമാറാത്ത വാഗ്ദത്തമുണ്ടെനിക്ക്. ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തിടുവാൻ ഗിരിയിൽ ഉയരത്തിൻ നാഥൻ യാഹോവേ, അവൻ എന്നെ നടത്തിയിടുന്നു. ഉയരത്തിൻ നാഥൻ യാഹോവേ, അവൻ എന്നെ നടത്തിയിടുന്നു. ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തിടുവാൻ ഗിരിയിൽ ഉയരത്തിൻ നാഥൻ യാഹോവേ, അവൻ എന്നെ നടത്തിയിടുന്നു. അവൻ ഉയരത്തിൻ നാഥൻ യാഹോവേ, അവൻ എന്നെ നടത്തിയിടുന്നു. ഉയരത്തിൻ നാഥൻ യാഹോവേ, അവൻ എന്നെ നടത്തിയിടുന്നു. അവൻ ഉയരത്തിൻ നാഥൻ യാഹോവേ, അവൻ എന്നെ നടത്തിയിടുന്നു. കണ്ണുകൾ ഉയർത്തിയ അവന്റെ മേലെ മഹത്വം വെളിപ്പെടുത്തും. വിശ്വാസത്തോടെ ആ കല്ലുകൾ നീങ്ങിപ്പോകട്ടെ. അവിശ്വാസത്തിന്റെ കല്ലുകൾ ആ വിശ്വന്ന് പകലക്കാലം നീങ്ങിപ്പോകട്ടെ. നിന്റെ മുൻപതികൾ നീങ്ങിപ്പോകട്ടെ. നീ പറഞ്ഞു ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് പകലക്കാലം അഴിഞ്ഞു മാറട്ടെ. ദൈവ മഹത്വം നീ വിശ്വസിക്കുന്ന അപ്പുറമായ ചില ദൈവ മഹത്വം യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ അനുഭവിക്കുന്ന ആ ദൈവ മഹത്വം നീ പലതും കേട്ടിട്ട് നീ ഭയപ്പെടുമ്പോൾ ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം പറഞ്ഞു തുടങ്ങണം. പിശാചേ, നിനക്ക് ഇതിനെ മേൽ അവകാശമില്ല. നിനക്ക് ഇതിനെ മേൽ കർത്തൃത്വമില്ല. ഇതെന്റെ ദൈവത്തിന്റെ നാമ മഹത്വത്തിന്. അല്പം കരഞ്ഞാലും മഹത്വം ഉണ്ടെങ്കിൽ, അല്പം വേദനിച്ചാലും മഹത്വം വെളിപ്പെടാനാണെങ്കിൽ സന്തോഷത്തോടെ നീ കാത്തിരിക്കണം. കർത്താവ്, എനിക്ക് ആ മഹത്വം കാണണം. ഈ ദിവസങ്ങൾ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവൻ തന്നെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ ഈ ദിവസം വിശ്വസിച്ചു. ദൈവസഭയ്ക്കകത്ത് സാക്ഷ്യമായി കേൾക്കത്തക്ക രീതിയിൽ ആ മഹത്വം കർത്താവ് വെളിപ്പെടുത്തും. പരിശുദ്ധം അങ്ങനെ തന്നെ ചെയ്യട്ടെ. അവൻ അയച്ച വചനം അത് വെറുതെ മടങ്ങി വരത്തില്ല. തൻ്റെ പ്രവൃത്തി ചെയ്യുമെങ്കിൽ നിന്റെ പ്രാപ്തിക്കും കഴിവിന് അപ്പുറമായ ഒരു മഹത്വം കർത്താവ് വെളിപ്പെടുത്തി സ്വർഗം ആദരിക്കുന്ന ദിവസമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.